സ്ട്രീക്സിന്റെ ഹെയർ കളർ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഇതെന്റെ 4ാമത്തെ പരീക്ഷണമാണ്. ഞാൻ ഹെയർ കളർ ചെയ്തതിന്റെ റിസൾട്ട് ചോദിച്ചവർക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് വേറെ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, അപ്പോഴേ നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ളത് പിടികിട്ടു. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനത്തെ എഫേർട്ടൊക്കെ എടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് വേണമല്ലോ. സോ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടാൻ പറയുക. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഹെയർ കളർ ചെയ്ത സമയത്ത് ഇട്ടിരുന്ന ഉടുപ്പാണ് കേട്ടോ. ഇതിന്റെ എല്ലാം ഷെയ്ഡ് കണ്ടോ മാറിയത്? ആ വീഡിയോയിൽ ഞാൻ എടുത്തെടുത്ത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഹെയർ കളർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യുക, കാരണം ഡ്രസ്സിന്റെ ഷെയ്ഡ് മാറും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതേപോലെയാണ് നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറവും മാറുന്നത്. അപ്പൊ ഞാൻ എന്തായാലും സ്ട്രീക്സിന്റെ ഹെയർ കളർ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഇതിനു മുന്നേ 3 തവണ ചെയ്തിട്ടുണ്ട്. ഇതെന്റെ 4ാമത്തെ പരീക്ഷണമാണ്. ആദ്യം ചെയ്തതും സ്ട്രീക്സിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്, രണ്ടാമത് ചെയ്തതും മൂന്നാമത് ഇപ്പോഴും ഒക്കെ സ്ട്രീക്സിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ ഹെയർ ലൈറ്റനിങ് ചെയ്തേക്കുന്നത്. സ്ട്രീക്സിന്റെ പ്രൊഡക്റ്റ് തന്നെ മേടിക്കാൻ കാരണം ആദ്യം മേടിച്ച് ജയിച്ചത് കൊണ്ട് എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കേട്ടോ മേടിച്ചത്. പിന്നെ സ്ട്രീക്സിന്റെ പ്രൊഡക്ട്സുകളാണ് കൂടുതലായിട്ടും ഹെയർ ലൈറ്റനിങ്ങിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ തപ്പുമ്പോൾ കിട്ടുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 300 രൂപയ്ക്ക് താഴെയാണ് മേടിച്ചത്. ഓഫറിന്റെ സമയത്ത് മേടിച്ചതാണ് കേട്ടോ. കളർ വന്നിട്ട് ബ്ലോണ്ടേ ഷെയ്ഡാണ് മേടിച്ചത്. ഇപ്പൊ എക്സാക്ട് ഇതാണോ ബ്ലോണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേളിൽ കാണുന്നതല്ല ബ്ലോണ്ടേ ഷെയ്ഡ്. ഇതാണ്ടോ, ഇതാണ് യഥാർത്ഥ ബ്ലോണ്ടേ ഷെയ്ഡ്. എന്റെ മുകളിൽ എന്ത് പറ്റി എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ സ്ട്രീക്സിന്റെ ബെനിഫിറ്റ്സും ഡാമേജസും എന്താണെന്നും എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റും. ഞാൻ സ്ട്രീക്സിന്റെ ഹെയർ കളർ ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഒരു ചെറിയൊരു പാക്കറ്റ് ആയിരുന്നു. അതിനകത്തെ ഡെവലപ്പറും ഹെയർ കളറും ബ്രഷിന്റെ വേറൊരു ചെറിയൊരു സംഭവവും ഗ്ലൗസും പിന്നെ അത് മിക്സ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബൗൾ പോലത്തെ ഒരു സാധനമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം പാക്കറ്റ് വലുതാണ്. ഇതിൽ ഡെവലപ്പർ 2 എണ്ണം വരുന്നുണ്ട്, അതേപോലെ ബ്ലീച്ചും വരുന്നുണ്ട്, പിന്നെ ഹെയർ കളറും വലിയ ബ്രഷും വലിയ ഗ്ലൗസും ഒക്കെ ആയിട്ട് ഒരു വലിയ പാക്കറ്റാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ പാക്കറ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നേരത്തെ പാക്കറ്റിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഡെവലപ്പറും കളറും മിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ ഹെയറിൽ കളർ പിടിക്കാവുന്നതേ ഉള്ളൂ. പ്രീ ലൈറ്റനിങ്ങിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രീ ലൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഉറപ്പായിട്ടും ഡാമേജ് ആവും. ഇപ്പൊ എന്റെ മുടിയുടെ അവസ്ഥ അതാണ്. ഞാൻ കഴിഞ്ഞ 3 സ്റ്റെപ്പിലും ബ്ലീച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ആദ്യത്തേത് മേടിച്ചപ്പോഴേ എനിക്ക് പഴയ പാക്കേജ് കിട്ടിയിട്ടുള്ളൂ. രണ്ടാമതും മൂന്നാമതും ഇപ്പോഴും മേടിച്ചപ്പോഴെല്ലാം പുതിയ പാക്കേജാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമതും മൂന്നാമതും മേടിച്ചപ്പോൾ ഞാൻ അതിൽ ബ്ലീച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അറിയായിരുന്നു മുടി കുറച്ച് ഡാമേജ് ആവും എന്നുള്ളത്. അപ്പൊ ഈ ഒരു പാക്കറ്റ് മേടിച്ചപ്പോൾ ഞാൻ ബ്ലീച്ച് യൂസ് ചെയ്തു കേട്ടോ. എന്റെ ഹെയർ ഡാമേജ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ അത് പറയാം. ഹെയർ ഡാമേജ് മീൻസ് ഹെയർ ഹാർഷ് ആവുകയാണ് ചെയ്തത്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. തൊടുമ്പോൾ ഉള്ള ആ ഒരു സ്മൂത്ത്നെസ് ഇല്ലേ, അത് പോയിട്ട് എനിക്ക് ഇപ്പൊ ഒരു തീപ്പെട്ടി വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ കത്തും, ആ രീതിയിൽ വക്യൂല് പോലെ ആയിട്ടുണ്ട് ഹെയർ. റീസൺ ബ്ലീച്ച് യൂസ് ചെയ്തത് കൊണ്ടാണ്. എന്നും വെച്ചിട്ട് സ്ട്രീക്സിന്റെ പ്രൊഡക്റ്റ് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സ്വന്തമായി വീട്ടിലിരുന്ന് ചെറിയൊരു ബഡ്ജറ്റിൽ പാർലറിലൊന്നും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് ഹെയർ ഹൈലൈറ്റ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് സ്ട്രീക്സ്. പിന്നെ നിങ്ങൾ ഒബ്വിയസ്ലി പാർലറിൽ പോയി ചെയ്യുമ്പോഴും ബ്ലീച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഹാർഷ് ആവും. പിന്നെ അവർ യൂസ് ചെയ്യുന്ന കണ്ടീഷണറും ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നാൾ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ, പിന്നും പഴയ ഒരു രീതിയിലാവും. പക്ഷെ ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെയ്തപ്പോൾ ഞാൻ ആദ്യമേ അറിഞ്ഞു കഴിഞ്ഞു ബ്ലീച്ച് യൂസ് ചെയ്ത് എന്റെ ഹെയർ ഡാമേജ് ആയിരുന്നു. അപ്പൊ ഞാൻ അതിനെടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഹെയർ ഓയിൽ വെച്ചിട്ട് മുടി നന്നായി മസാജ് ചെയ്ത് ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്ത് വാഷ് ചെയ്തു. അപ്പൊ ചെറിയ രീതിയിൽ എനിക്കൊരു സമാധാനം കിട്ടി. പിന്നും ഞാനത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പഴയ കണ്ടീഷനിലേക്ക് എന്റെ ഹെയർ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ മുടി തീരെ ഒതുങ്ങിയിരിക്കുന്നില്ല എന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഞാൻ ഹെയർ ബാൻഡ് യൂസ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് ഹെയർ കളർ മറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. ഹെയർ കളർ നിങ്ങൾക്ക് ഹെയർ ബാൻഡ് ഇല്ലെന്നുണ്ടെങ്കിലും കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഹെയർ കളർ ചെയ്തത് കൂടിപ്പോയി എന്ന് എനിക്കിവിടെ തോന്നുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ബ്ലീച്ച് ചെയ്തപ്പോൾ നല്ല രീതിയിലാണ് ബ്ലീച്ച് ചെയ്തത്. ചെറിയ സ്ട്രാൻഡ്സ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് പാർലറൊക്കെ ചെയ്യുന്ന സ്റ്റൈലൊക്കെ ആയിട്ട് ചെയ്തത്. പക്ഷെ രണ്ടാമത് വന്നപ്പോൾ എനിക്ക് ഇച്ചിരി പേഷ്യൻസ് കുറവാണ്. അപ്പൊ എനിക്ക് ഇച്ചിരി വെപ്രാളം വരും. അപ്പൊ എനിക്ക് വെപ്രാളായിട്ട് ഡെവലപ്പറും കളറും മിക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, മുടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഡെവലപ്പർ ഓൾറെഡി അതിനകത്ത് ഉള്ളതുകൊണ്ടായിരിക്കാം ഹെയറിൽ കളറായി. ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ എല്ലാം കളർ. ഇനി ഇത് മുടി പെട്ടെന്ന് വളർന്നിറങ്ങിയാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ഓക്കെയാണ്, പ്രോബ്ലം ഒന്നുമില്ല. ജസ്റ്റ് വളർന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പൊ വീട്ടിൽ നിങ്ങൾക്ക് ഹെയർ ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഹെയർ ഹൈലൈറ്റ് ചെയ്യാം. പ്രിക്വേഷൻസ് എടുത്തിട്ട് ചെയ്യാം. ഇതിൽ ഒരു ഡാമേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രിക്വേഷൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നാമത് വളരെ മോശപ്പെട്ട ഒരു ഡ്രസ്സ് നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾക്ക് ഇനി ഇടാൻ താല്പര്യമില്ലാത്തൊരു ഡ്രസ്സ് എടുത്തിട്ട് ഹെയർ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബ്ലീച്ച് കുറച്ച് യൂസ് ചെയ്യുക. ഇൻ കേസ് ബ്ലീച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഡെവലപ്പറും കളറും കൂടെ മിക്സ് ചെയ്ത് ഹെയറിൽ ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മുടിയുടെ തുമ്പിൽ ചെയ്ത് പരീക്ഷ നോക്കുക. എന്നിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം ചെയ്യാം കേട്ടോ. ഇതുവരെയും വീട്ടിൽ ഇരുന്ന് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേര് വീട്ടിലിരുന്ന് ഹെയർ കളർ ചെയ്തേക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലാരും നെഗറ്റീവ്സ് പറഞ്ഞതും ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണോ ഞാൻ നെഗറ്റീവ്സ് പറയാത്തതെന്ന് ചോദിച്ചാൽ അല്ല. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഞാൻ ബ്ലീച്ച് യൂസ് ചെയ്തു പോയി. ഞാൻ ഹെയർ ഹൈലൈറ്റ് ചെയ്തത് സക്സസ് ആയി. നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് കളർ സ്ട്രീക്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ മേടിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയോ ഇല്ലേ എന്നുള്ളത് കമന്റിൽ പറയാം. ഇതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ്സും പ്രോബ്ലവും എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേറൊരു പോയിന്റും വിട്ടു പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും പുതിയൊരു വ്ലോഗായിട്ട് കാണുന്നതായിരിക്കും. ബൈ.